ഹരേ കൃഷ്ണ. ഇന്ന് നമുക്ക് 5-ാമത്തെ അധ്യായം, ഭാഗവത മാഹാത്മ്യത്തിലെ 5-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഭഗവാനൊക്കെ അവിടുത്തെ സങ്കല്പം പോലെ നടത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യത്തെ ശ്ലോകത്തിലേക്ക് പോകാം. അഥ പഞ്ചമോऽധ്യായഃ. സൂത ഉവാച പിതര്യുപരതേ തേന ജനനീ താഡിതാഭൃശം ക്വ വിത്തം തിഷ്ഠതി ബ്രൂഹി ഹനിഷ്യേ ലത്തയാ ന ചേത്. പിതര്യുപരതേ തേന, പിതാവിൻ്റെ മരണശേഷം നമ്മൾ കണ്ടിരുന്നു, ഭഗവാനിലേക്ക് ചേർന്നു. ആ ഗോകർണൻ്റെ പുത്രനായ ഗോകർണൻ്റെ സതുപദേശം കേട്ട് വനത്തിലേക്ക് പോയി ഭഗവത് സേവയിൽ മുഴുകിക്കഴിഞ്ഞിരുന്ന പിതാവായ ആത്മദേവൻ ഭഗവാനിലേക്ക് ചേർന്നു എന്ന് കണ്ടു. അപ്പോൾ അതിനുശേഷം തേന ജനനീതാഡിതാഭൃശം, അവന് ആ ധുന്ധുകാരി ജനനീതാഡിത, ജനനി അമ്മയെ വല്ലാതെ പീഡിപ്പിക്കുവാൻ തുടങ്ങി, ദേഹോപദ്രവം ഏൽപ്പിക്കുവാൻ തുടങ്ങി. വളരെ കഠിനമായിട്ടുള്ള ദേഹോപദ്രവമൊക്കെയായിരുന്നു ഏൽപ്പിച്ചുകൊണ്ടിരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ക്വ വിത്തം തിഷ്ഠതി ബ്രൂഹി. ക്വ എവിടെയാണ്? വിത്തം തിഷ്ഠതി, സമ്പത്തൊക്കെ എവിടെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്? ബ്രൂഹി പറയ്. ഹനിഷ്യെ ലത്തയാന ചേത്, ഹനിഷ്യെ കൊല്ലും ഞാൻ. എങ്ങനെ? ലത്തയാന ചേത്, ഈ ദണ്ഡം കൊണ്ട് ഞാൻ അടിച്ചു കൊല്ലും. ന ചെയ്ത്, അല്ലെങ്കിൽ, അതായത് പറഞ്ഞില്ല എങ്കിൽ. അപ്പോൾ സമ്പത്തൊക്കെ എവിടെയാണ് എടുത്തു വെച്ചിരിക്കുന്നതെന്ന് എളുപ്പം പറഞ്ഞു. ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ ദണ്ഡം കൊണ്ട് അടിച്ചു കൊല്ലും എന്നും പറഞ്ഞ് അമ്മയെ വല്ലാതെ ഉപദ്രവിക്കുവാൻ തുടങ്ങി. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സൂത ഉവാച പിതര്യുപരതേ തേന ജനനീ താഡിതാഭൃശം ക്വ വിത്തം തിഷ്ഠതി ബ്രൂഹി ഹനിഷ്യേ ലത്തയാ ന ചേത്. ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പിതര്യുപരതേ, ആ ര്യു എന്നത് ശ്രദ്ധിച്ച് വായിക്കുക. പിന്നെ അടുത്തത് ഇത്രയേ ഉള്ളൂ, ബാക്കി എളുപ്പമുള്ള വാക്കുകളാണ്. ഇനി 2-ാമത്തെ ശ്ലോകമാണ്. ഇതി തദ്വാക്യ സന്ത്രാസാ ജനന്യാ പുത്രദുഃഖത കൂപേ പാദഃ കൃതോ രാത്രൗ തേന സാ നിധനം ഗതാ. ഇതി തദ്വാക്യ, ഇത് ഇപ്രകാരമുള്ള തദ്വാക്യ, ആ പുത്രനായ ധുന്ധുകാരിയുടെ വാക്കുകൾ കേട്ടിട്ട് സന്ത്രാസാത് ജനന്യ, സന്ത്രാസാത് എന്ന് പറഞ്ഞാൽ ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങി. മകനെ പേടിച്ച് വീട്ടിനുള്ളിൽ കഴിയേണ്ടി വരുന്ന ഒരമ്മയുടെ ദുരവസ്ഥയാണ് ഇവിടെ പറയുന്നത്. ജനന്യ, ആ അമ്മ, പുത്രദുഃഖത, അപ്പോൾ മകൻ ഉപദ്രവിക്കുന്നതിലെ ഭയം, എപ്പോഴാവും തന്നെ ഇനി കൊല്ലുക എന്നുള്ള ഒരു ഭയം, അതിനേക്കാളേറെ തൻ്റെ മകൻ ഇങ്ങനെയായി പോയല്ലോ എന്നുള്ള ഒരു പുത്രദുഃഖം. ഇതൊക്കെ കാരണം കൂപേ പാദഃ കൃതോ രാത്രോ, കൂപം എന്ന് പറഞ്ഞാൽ കിണർ, കൂപേ പാദ, കിണറ്റിലേക്ക് എടുത്ത് ചാടി രാത്രിയിൽ. കൃതോ രാത്രൗ, കൃത എന്ന് പറഞ്ഞാൽ ചെയ്തു, രാത്രിയിൽ വീടിനടുത്തുള്ള കിണറ്റിലേക്ക് എടുത്ത് ചാടി. തേന സാ നിധനം ഗത, അങ്ങനെ ധുന്ധുലി നിധനം ഗത, മരിച്ചു പോവുകയും ചെയ്തു. നോക്കൂ, ധുന്ധുലി ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും അരുതായ്മകളിലൂടെ തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ധുന്ധുലി ഒടുവിൽ അതേ സ്വഭാവത്തോടു കൂടിയ, തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം ലക്ഷ്യമിട്ട് ജീവിക്കുന്ന പുത്രനായ ധുന്ധുകാരിയെ ഭയന്ന, ധുന്ധുകാരിയിൽ നിന്നും സഹിക്കാവുന്നതിലേറെ ദേഹ ഉപദ്രവമേറ്റ് ഒടുവിൽ സ്വയം ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു ആ ധുന്ധുലി എന്ന അമ്മയ്ക്ക്.
നമ്മൾ നമ്മുടെ ജീവിതത്തിലുടനീളം ചെയ്യുന്ന ഓരോ കർമ്മവും അതിൻ്റെ ഒരു റിസൾട്ട്, അല്ലെങ്കിൽ അത് നമ്മളിലേക്ക് തിരിഞ്ഞു നിന്ന് വിരൽ ചൂണ്ടുന്ന ഒരു കാലമുണ്ടാവുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഓരോ കർമ്മവും ചെയ്യാൻ. ഇന്ന് നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കുമ്പോൾ, വേദനിപ്പിക്കുമ്പോൾ, പീഡിപ്പിക്കുമ്പോഴൊക്കെ നമ്മൾ ജയിച്ചു എന്ന് തോന്നാം. ഓർക്കുക, ഈ കർമ്മം നാളെ നമുക്ക് തന്നെയുള്ള സമ്പാദ്യമാണ്. ബാക്കി എല്ലാ സമ്പാദ്യങ്ങളും, നമ്മൾ എത്ര കോടികൾ സമ്പാദിച്ചാലും, എത്ര വലിയ സ്ഥാനമാനങ്ങളിലിരുന്നാലും ഒക്കെ നിസ്സഹായമായി നോക്കി നിൽക്കുമെന്ന് നമ്മളെ. പക്ഷെ നമ്മുടെ കർമ്മങ്ങൾ നമ്മളിലേക്ക് തിരികെ വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് സജ്ജനങ്ങളെ, കർമ്മം ശുദ്ധമായിരിക്കട്ടെ. ഇവിടെ ധുന്ധുലിയുടെ കഥ നമുക്ക് കാണിച്ചു തരുന്നത് അതാണ്. ആ കർമ്മത്തിൻ്റെ ശുദ്ധിയില്ലായ്മയാണ് ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ സ്വയം ജീവിതം അവസാനിപ്പിക്കണം എന്നൊരു തലത്തിലേക്ക് ധുന്ധുലിയെ കൊണ്ടെത്തിച്ചത്. കർമ്മം നന്നായിരുന്നുവെങ്കിൽ ആ ആത്മദേവൻ ഒരിക്കൽ പോലും സ്വന്തം ജീവിതം അവസാനിപ്പിക്കാനായിട്ട് മുതിർന്നില്ല. വിഷമം കൊണ്ടൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് പലതും. ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, ഇങ്ങനെയൊക്കെ പലതും ആ ഗോകർണൻ എന്ന പുത്രനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തൻ്റെ പാതയിൽ താൻ തെറ്റുകൾ ചെയ്തിട്ടില്ല എന്നുറപ്പുള്ളത് കൊണ്ട് തന്നെ ആ ഗോകർണൻ കാണിച്ചു കൊടുത്ത ആ പാതയിലൂടെ നടന്ന് ഭഗവാനിലേക്ക് സ്വാഭാവികമായി എത്തിച്ചേരുവാൻ കഴിഞ്ഞു. നമുക്ക് ഇവിടെയാണ് കർമ്മത്തിൻ്റെ ബലം. നമുക്ക് നമ്മുടെ കർമ്മങ്ങളൊക്കെ നല്ലതാണെങ്കിൽ ഇതുപോലെ സങ്കടത്തിൽ പെട്ടുഴലുമ്പോൾ ഭഗവാൻ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ നമ്മുടെ മുൻപിൽ വരും. ഇവിടെ ആ പിതാവിന് പുത്രനായ ഗോകർണൻ്റെ രൂപത്തിൽ വന്നു, നേരായ വഴി കാണിച്ചു കൊടുത്തു. പക്ഷെ അപ്പോഴും ധുന്ധുലി എന്ന അമ്മ ആ പാതയിലേക്ക് നീങ്ങാൻ തയ്യാറായില്ല. തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തൻ്റെ വീട്, തൻ്റെ വസ്തു തുടങ്ങിയ ആ ഒരു ആർത്തി, തൻ്റേതെന്നുള്ള ആ ഒരു മമതാബന്ധം അത് വിട്ടുപോകാത്തത് കൊണ്ട് തന്നെയുമല്ല, കടന്നു വന്ന ജീവിതപാതയിൽ ഉടനീളം ചെയ്ത മഹാപാപങ്ങളെല്ലാം കൂടി ഒടുവിൽ തന്നിലേക്ക് തന്നെ തിരികെ വന്നപ്പോൾ ജീവിതം അവസാനിപ്പിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് തോന്നിയ ആ അമ്മ ഒടുവിൽ ജീവിതം അവസാനിപ്പിച്ചു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഇതി തദ്വാക്യ സന്ദ്രാസാജ്ജനന്യാ പുത്രദുഃഖദ കൂപേ പാദഃ കൃതോ രാത്രൗ തേന സാ നിധനം ഗതാം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതി തദ്വാക്യ, ദ്വാ എന്നുള്ളത് അങ്ങനെ തന്നെ വായിക്കുക. സന്ദ്രാസാജ്ജനന്യ, അവിടെ ജ കൂട്ടക്ഷരമാണ്, അത് ശ്രദ്ധിക്കുക. അതുപോലെ പുത്രദുഃഖദ, അവിടെ വിസർഗമുണ്ട്. കൂപേ പാദ, അവിടെയും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇനി അടുത്തത് മൂന്നാമത്തെ ശ്ലോകമാണ്. ഗോകർണസ്തീർത്ഥയാത്രാർത്ഥം നിർഗതോ യോഗസംസ്ഥിത ന ദുഃഖം ന സുഖം തസ്യ ന വൈരീ നാപി ബാന്ധവ. ഇതൊക്കെ ഈ ഒരു ഭാഗത്ത് ഇവിടെ നടക്കുമ്പോൾ അച്ഛൻ്റെ മരണം, തൊട്ടുപുറകെ അമ്മ ഇവിടെ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു. അവിടെ ധുന്ധുകാരി അല്ലാതിനി ഒരാൾ കൂടിയുണ്ട്, ഗോകർണൻ എന്ന രണ്ടാമത്തെ പുത്രൻ. ആ പുത്രൻ ഗോകർണസ്തീർത്ഥയാത്രാർത്ഥം, ആ ഗോകർണൻ തീർത്ഥയാത്രയ്ക്കായിക്കൊണ്ട് ഈ ഇടം തനിക്കൊരിക്കലും ശാന്തി നൽകില്ല എന്ന് മനസ്സിലായപ്പോൾ, അധർമ്മങ്ങളുടെ ഇരിപ്പിടമാണ് അവിടമെന്ന് മനസ്സിലാക്കിയപ്പോൾ തീർത്ഥയാത്രയ്ക്കായിക്കൊണ്ട് നിർഗതോ യോഗ സംസ്ഥിത, അവിടെ നിന്നും പുറപ്പെട്ടുപോയി. എന്നിട്ട് യോഗ സംസ്ഥിത, യോഗനിഷ്ഠയെ സമാശ്രയിച്ചു. ന ദുഃഖം ന സുഖം തസ്യ ന വൈരീനാപി ബാന്ധവ. ന ദുഃഖം, ഇപ്പോൾ ആ ഗോകർണനാകട്ടെ ദുഃഖമില്ല, ന സുഖം, സുഖമില്ല, തസ്യ ന വൈരി, അതുകൊണ്ട് തന്നെ ആ ഗോകർണൻ ഇപ്പോൾ ശത്രുക്കളുമില്ല.
നാഭി ബാന്ധവ, ബന്ധുക്കളുമില്ല. അപ്പോൾ ബന്ധങ്ങളില്ല, ശത്രുത്വമില്ല, സുഖമില്ല, ദുഃഖമില്ല. ഉള്ളത് ഈശ്വരോപാസനയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് യോഗസംശ്രിതനായിട്ട് അങ്ങനെ ആ ഗൃഹത്തിൽ നിന്നും ഇറങ്ങി തീർത്ഥയാത്രയ്ക്കായി പുറപ്പെട്ടു. ഇവിടെ യോഗാവസ്ഥയെ ആശ്രയിച്ചു, അല്ലെങ്കിൽ യോഗനിഷ്ഠയെ ആശ്രയിച്ചു എന്ന് പറയുമ്പോൾ താൻ ഇവിടെ ഇരുന്നപ്പോഴൊക്കെ തനിക്ക് ബന്ധങ്ങളുടെ ഒരു നേർത്ത നൂല് ആ ഗൃഹത്തിലുള്ളവരുമായിട്ട് എവിടെയൊക്കെയോ മനസ്സിൽ പതിഞ്ഞു കിടന്നിരുന്നു. അത് ഒരു പരിധിവരെ തന്നെ ചില കാര്യങ്ങൾ ദുഃഖിപ്പിക്കുകയും ചിലവയൊക്കെ സന്തോഷിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്നെല്ലാം വിട്ടുപോയി ഭഗവാൻ മാത്രമാണ് ആശ്രയം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ യോഗനിഷ്ഠയെ ആശ്രയിച്ചു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഗോകർണസ്തീർത്ഥയാത്രാർത്ഥം നിർഗതോ യോഗസംസ്ഥിത ന ദുഃഖം ന സുഖം തസ്യ ന വൈരി നാപി ബാന്ധവ. ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം യോഗസംസ്ഥിത, അതുപോലെ ബാന്ധവ, രണ്ടിടത്തും വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ ഗോകർണസ്തീർത്ഥയാത്രാർത്ഥം, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. ഇനി അടുത്തത് 4-ാമത്തെ ശ്ലോകമാണ്. ധുന്ധുകാരി ഗൃഹേ തിഷ്ഠത് പഞ്ചപണ്യവധൂവൃത അത്യുഗ്രകർമ്മകർത്താ ച തത്പോഷണവിമൂഢധീഃ. ധുന്ധുകാരി ഗൃഹേ തിഷ്ഠത്. ധുന്ധുകാരി, ആ ധുന്ധുകാരി, ഇപ്പോൾ ആ ധുന്ധുകാരി മാത്രമായി വീട്ടിൽ, അച്ഛനില്ല, അമ്മയില്ല, സഹോദരനില്ല. അപ്പോൾ ധുന്ധുകാരി എന്താ ചെയ്തത്? ഗൃഹേ തിഷ്ഠത്, ഗൃഹേ അതിഷ്ഠത്, ആ ഗൃഹത്തിൽ തന്നെ വസിച്ചു. എങ്ങനെ? പഞ്ചപണ്യവധൂവൃത, 5 വേശ്യാസ്ത്രീകളാൽ ചുറ്റപ്പെട്ട്. അപ്പോൾ ഈ 5 വേശ്യാസ്ത്രീകളും ധുന്ധുകാരിയുമായി ഈ ഗൃഹത്തിൽ താമസം. അത്യുഗ്ര കർമ്മകർത്താച, അത്യുഗ്രകർമ്മകർത്ത, എന്ത് ദുഷ്കർമ്മവും ചെയ്യുന്നവനായി മാറി അവിടെ. കാരണം തത്പോഷണ വിമൂഢധീഃ, അവരെ, ഈ 5 പേരെ പരിപാലിക്കുന്നതിനു വേണ്ടി, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്നതിനു വേണ്ടി എന്ത് ദുഷ്കർമ്മവും ചെയ്യുവാൻ മടിയില്ലാത്തവനായി ധുന്ധുകാരി മാറി. ഈ വേശ്യാസ്ത്രീകളൊക്കെ ആണെങ്കിൽ അവർക്ക് തങ്ങൾ ആരോടൊപ്പമാണോ ഇരിക്കുന്നത് അവർക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വിഷയമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്തൊക്കെ ആഗ്രഹിക്കുന്നു അതൊക്കെ അവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ഉപേക്ഷിച്ചു പോകും. ഇവിടെ കാമാർത്ഥനായിരുന്ന ഈ ധുന്ധുകാരിക്ക് അവരെ ഉപേക്ഷിക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവരെ ഉപേക്ഷിച്ചു പോവുക എന്ന് പറയുന്നത് ചിന്തിക്കുവാൻ പോലും പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്ത് ദുഷ്കർമ്മം ചെയ്തും ഇവർക്ക് വേണ്ടുന്നത് സാധിപ്പിച്ചു കൊടുക്കുവാൻ, ഇവരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുവാൻ സദാ നിരതനായിരുന്നു ധുന്ധുകാരി. ശ്ലോകം നമുക്കൊന്നുകൂടി നോക്കാം. ധുന്ധുകാരി ഗൃഹേ തിഷ്ഠത് പഞ്ചപണ്യവധൂവൃത അത്യുഗ്രകർമ്മകർത്താ ച തത്പോഷണ വിമൂഢധീഃ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പഞ്ചപണ്യവധൂവൃത, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. അതുപോലെ തന്നെ തത്പോഷണ വിമൂഢധീഃ, തത്പോഷണ, അവരെ പോഷിപ്പിക്കുന്നതിന് വേണ്ടി, അവരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി, വിമൂഢധീഃ, വെറും അവിവേകം നിറഞ്ഞ ബുദ്ധിയോടുകൂടി. എന്ന് പറഞ്ഞാൽ നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ അത് ദുഷ്ടകർമ്മമായാൽ, മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന കർമ്മമാണെങ്കിൽ നമ്മുടെ ഉള്ളിലെ ജ്ഞാനം അല്ലെങ്കിൽ ഒരല്പം തിരിച്ചറിവ് നമുക്കുണ്ടാവും, പാടില്ല എന്നുള്ളത്. ഇവിടെ അങ്ങനെയൊരു ചിന്തയേ ഇല്ല. എങ്ങനെയും ഇവരുടെ ഇഷ്ടങ്ങളെ സാധിപ്പിച്ച് ഇവരെ പോഷിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് വിമൂഢധീഃ, അതായത് മൂഢന്മാരുടെ ബുദ്ധിയെപ്പോലെ അവൻ്റെ ബുദ്ധി വർദ്ധിച്ചു കൊണ്ടിരുന്നു. അവൻ അതിനുവേണ്ടി എപ്പോഴും എന്തും ചെയ്തുകൊണ്ടിരുന്നു. ഇനി അടുത്തത് 5-ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.